മഞ്ജു വാര്യറും സനൂപ് സന്തോഷും ടൈറ്റിൽ റോൾസിൽ എത്തുന്ന ഫിലിമാണ് ജോ ആൻഡ് ദ ബോയ്. ഇതൊരു കോമിക്കൽ എന്റർടൈനർ ആണ്. ഈ ഫിലിം എഴുതിയിരിക്കുന്നതും ഡയറക്ട് ചെയ്തിരിക്കുന്നതും ഫിലിപ്സ് ആൻഡ് ദി മങ്കി പെൻ ഫെയിം റോജിൻ തോമസ് ആണ്. ജോ ആൻഡ് ദ ബോയ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ആലിസ് ജോർജ് ആണ്, ഗുഡ്വിൽ എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ. ഒരു സ്കൂളിൽ കമ്പ്യൂട്ടർ ട്യൂട്ടറായി വർക്ക് ചെയ്യുന്ന ജോയൽ മേരി ജോൺ എന്ന ക്യാരക്ടറാണ് മഞ്ജു വാര്യർ ചെയ്യുന്നത്. ജോയ് എന്ന് വിളിക്കുന്ന ജോയൽ മേരി ജോൺ അത്ര മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ല. ഇൻഫാക്ട് തന്റെ പ്രായത്തിന്റെ മെച്യൂരിറ്റി പോലും ഇല്ലാതെ ഒരുപാട് ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു നേച്ചറാണ് ജോയുടേത്. ജോയുടെ സ്വപ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാർട്ടൂൺ ക്യാരക്ടറിനെ ഡിസൈൻ ചെയ്യണം. ആ കാർട്ടൂൺ ക്യാരക്ടറിന് ഓഡിയൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റണം എന്നതാണ്. ഇങ്ങനെയൊക്കെയുള്ള ജോ ക്രിസ് എന്ന പേരുള്ള ഒരു കുട്ടിയെ മീറ്റ് ചെയ്യുന്നു. ക്രിസ് എന്ന ക്യാരക്ടർ ചെയ്യുന്നത് സനൂപാണ്. ക്രിസ് ആണെങ്കിൽ പ്രായത്തിൽ കവിഞ്ഞ മെച്യൂരിറ്റി ഉള്ള ഒരു കുട്ടിയും കൂടെയാണ്. ഇവർ രണ്ടുപേരുടെയും ജേർണിയിൽ ക്രിസ് എങ്ങനെയാണ് ജോയിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നും പിന്നീട് എങ്ങനെയാണ് ഇവരുടെ രണ്ടുപേരുടെയും ലൈഫ് മാറുന്നതും എന്നതൊക്കെയാണ് ഈ സിനിമയുടെ പ്ലോട്ട്. ജോ എന്ന ക്യാരക്ടറിനെ മഞ്ജു വാര്യർ പെർഫെക്റ്റ് ആയിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു ക്രിയേറ്റീവും റെസ്റ്റ്ലെസ്സുമായിട്ടുള്ള പെൺകുട്ടി. ഭംഗിയായിട്ട് തന്നെ മഞ്ജു വാര്യർ ഈ ക്യാരക്ടറിനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. സമരൻ ബെത്ലഹേമിലെ അഭിരാമി എന്ന ക്യാരക്ടറിനെ ഒരു പക്ഷേ ഈ ഫിലിം കാണുമ്പോൾ എല്ലാവർക്കും ഓർമ്മ വന്നേക്കാം. ക്രിസ് എന്ന ക്യാരക്ടർ പോർട്രേ ചെയ്യുന്ന സനൂപ് സന്തോഷും ഭംഗിയായിട്ട് തന്നെ തന്റെ റോൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പ്രായത്തിൽ കവിഞ്ഞൊരു മെച്യൂരിറ്റി തന്റെ ആക്ടിംഗ് സ്കിൽസിലൂടെ കൊണ്ടുവരാൻ സാധിച്ചതിന് സനൂപിന് ഒരു സ്പെഷ്യൽ അപ്ലോസ് തന്നെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ലാലു അലക്സ്, സുധീർ കരമന, രേഖ മേനൻ, പേളി മാണി, കലാരഞ്ജിനി, കിരൺ, സുനിൽ സുഗത എന്നിവരൊക്കെയാണ് മറ്റ് കാസ്റ്റിൽ എത്തുന്നത്. റൈറ്ററും ഡയറക്ടറുമായ റോജിൻ തോമസ് ഒരു കംപ്ലീറ്റ്ലി ഫ്രഷ് തീം കൊണ്ടുവരുന്ന കാര്യത്തിൽ സക്സസ്ഫുൾ ആയിട്ടുണ്ട് ജോ ആൻഡ് ദ ബോയ് എന്ന ഈ ഫിലിമിലൂടെ. ഹാഫ് ബീക്ഡ് ആയിട്ടുള്ള കോമിക്കൽ സിറ്റുവേഷൻസ് മാത്രമാണ് ഈ ഫിലിമിലെ ഒരു മൈനസ് പോയിന്റ് ആയിട്ട് എടുത്തു പറയേണ്ടത്. പലപ്പോഴും ഇത്തരം സിറ്റുവേഷൻസ് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഓഡിയൻസിന് തോന്നും. നീൽ ദിക്കുഞ്ഞയുടെ സിനിമറ്റോഗ്രഫി ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ഈ ഫിലിമിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെയും ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഒരു റിയലിസത്തിന്റെയും ഫാന്റസിയുടെയും ബ്ലെൻഡ് ആണ് ഈ ഫിലിമിന്റെ വിഷ്വൽ എന്ന് പറയുന്നത്. റഹ്മാൻ മുഹമ്മദിന്റെ എഡിറ്റിംഗ് അപ് ടു ദ മാർക്കാണ് എന്ന് പറയാൻ വയ്യ. കാരണം ഫസ്റ്റ് ഹാഫിന് ശേഷം ഈ ഫിലിം ഒരു സ്ലോ പേസിലേക്കാണ് പോകുന്നത്. ജോ ആൻഡ് ദ ബോയിലെ സോങ്സും ബാക്ക്ഗ്രൗണ്ട് സ്കോറും കമ്പോസ് ചെയ്തിരിക്കുന്നത് രാഹുൽ സുബ്രഹ്മണ്യമാണ്. രാഹുൽ സുബ്രഹ്മണ്യം തന്നെയാണ് ഈ ഫിലിമിന്റെ ക്രിയേറ്റീവ് ഡയറക്ടറും. ഈ ഫിലിമിലെ സോങ്സും ബാക്ക്ഗ്രൗണ്ട് സ്കോറും പെർഫെക്റ്റ് ആയിട്ട് ഈ ഫിലിമിന്റെ മൂഡുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകുന്ന ഒന്നാണ്. ഫാമിലിയുടെ കൂടെയും കുട്ടികളുടെ കൂടെയും പോയി കാണാൻ പറ്റുന്ന ഒരു കംപ്ലീറ്റ് എന്റർടൈനർ ആണ് ജോ ആൻഡ് ദി ബോയ്.